ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ടർബോ കറണ്ട് അഫയേഴ്സ്. നമ്മൾ ബഡ്ജറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബഡ്ജറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 55 ടോപ്പിക്സ് ഫ്രം ബഡ്ജറ്റിൽ 30 ടോപ്പിക്സോളം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 25 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ ക്വിക്ക്ലി സ്റ്റാർട്ട് ഓഫ്. ആദ്യം പ്രധാനപ്പെട്ട രണ്ട് ഏജൻസീസ് അല്ലെങ്കിൽ രണ്ട് കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. സോ ബഡ്ജറ്റിൽ ഇറ്റ് ഇസ് ബീങ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ NBFC. നമ്മൾ NBFC നമ്മുടെ ഇത്ര നാളത്തെ ട്രാൻസാക്ഷൻ നോളജ് നമുക്ക് NBFC എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണും. ലോൺ കിട്ടുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഓൾറെഡി ദേ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? പവർ, ഇത് രണ്ടും വിളിക്കുന്നത് രണ്ടും NBFC ആണ്. കാരണം പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ, ഇമാജിൻ ഗവൺമെന്റിന്, നമ്മുടെ കേരള ഗവൺമെന്റിനോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു സോളാർ പ്ലാന്റ് ഉണ്ടാക്കാനുണ്ട്. ഈ പ്ലാന്റിന് ഇമാജിൻ സേ ദാറ്റ് യു നീഡ് 5,000 crores upfront ടു മേക്ക് ദിസ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇത്രയും പൈസ സോളാർ ഗ്രിഡിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇതേപോലത്തെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള NBFCയുടെ കയ്യിൽ നിന്ന് അവർ ലോൺ എടുക്കും. അതിനാണ് പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും ഉള്ളത്. പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിഫിക്കേഷൻ, നമ്മൾ ഇവർ കൂടുതലും ഡിസ്കോംസ്, ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉണ്ടല്ലോ, ഡിസ്കോംസിനൊക്കെയാണ് കൂടുതലും ലോൺ കൊടുക്കുന്നത്. സോ ഇതാണ് ഈ രണ്ട് കോർപ്പറേഷൻസ് ന്യൂസിൽ വരാനുള്ള പ്രധാന കാര്യം. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. 5,000 കോടി ഓൾറെഡി ഇതിന് ഇത്രയും വലിയ പ്രൊജക്റ്റ് സാങ്ഷൻ ആക്കാനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് ഈ ഒരു പോയിന്റിൽ ഇത്രയും പൈസ കൊടുത്ത് ഇവരെ സഹായിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് നൗ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത് രണ്ടുപേരും ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സാധാരണ NBFC എന്ന് പറയുമ്പോൾ ബാങ്ക് പോലെ തന്നെയാണ്, പക്ഷെ നോർമൽ അല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് ടേക്ക് നോർമൽ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ലൈക്ക് സേവിങ്സ് അക്കൗണ്ട്. ഇവിടെ കൂടുതലും മണി റേസ് ചെയ്യുന്നത് ബോണ്ട്സിനും ബോറോയിങ്സിനും വേണ്ടിയാണ്, പവർ സെക്ടറിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ കൂടുതലും ഇത് റേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്ലീസ് റിമെമ്പർ പവർ ഫിനാൻസ് കോർപ്പറേഷനും ഇലക്ട്രിഫിക്കേഷൻ, റൂറൽ REC എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ദേ ആർ ഓൾസോ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ NBFCs. Now moving on to the 32nd one. ഗവൺമെന്റ് പ്രധാനപ്പെട്ട ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, വി വിൽ റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് റൂൾസ്. സോ ഇങ്ങനെ ഒരു വാർത്ത വരുന്ന സമയത്ത് IAS ആസ്പിരൻസ് എന്ന രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ UPSCയുടെ പ്രിലിംസിനൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഡെറ്റ് അല്ലാത്ത നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നതാണോ? അല്ല, ലോൺ ഇതിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് FDI, പുറത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ ഇക്വിറ്റി എടുക്കുകയാണെങ്കിൽ അപ്പൊ എന്താണ് ഈ നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. അത് എക്സാമിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ഡെറ്റ് ഇല്ല എന്ന് പറയുന്ന നോൺ ഡെറ്റ്, ലോൺ ആയിട്ട് എടുക്കുന്നതല്ല. ദീസ് ആർ ഇൻവെസ്റ്റ്മെന്റ്സ് വെർ ഫോറിനേഴ്സ് ഓൺ എ പാർട്ട് ഓഫ് ഇന്ത്യൻ ബിസിനസ് ആൻഡ് ദേ ആർ നോട്ട് ലോൺസ്. ലോൺ അല്ല, ഡെറ്റ് അല്ല. നോൺ ഡെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു FDI കമ്പനി ഇന്ത്യയിൽ ഷെയർ വാങ്ങിക്കുന്നു, ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഇക്വിറ്റി ഓൺ ചെയ്യുന്നു. ഇത്രയും % കമ്പനി, ഒരു എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 23% ഷെയർ 500 കോടി രൂപ ഇട്ടിട്ട് ഒരു അമേരിക്കൻ കമ്പനി എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഉദാഹരണത്തിന് ഇക്വിറ്റി എടുക്കുക, സ്റ്റാർട്ടപ്സിൽ LLP പോലത്തെ ഇതിനകത്ത് കമ്പനീസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഷെയർസ്, കമ്പൽസറിലി കൺവെർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. സോ നോട്ട് ഡെറ്റ്, ഫിക്സഡ് റീപേയ്മെന്റ് ഒന്നുമില്ല, ലോൺ അല്ല. അതാണ് നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇഫ് അറ്റ് ഓൾ പരീക്ഷയ്ക്ക് ഇതിനകത്ത് വരികയാണെങ്കിൽ ഇതിന്റെ റൂൾസും ഗവൺമെന്റ് റിവ്യൂ ചെയ്യാണെന്ന് പറയുമ്പോൾ നോൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഷുഡ് ബി ആബ്സല്യൂട്ട്. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇനി 33 അടുത്തൊരു മെൻഷൻ ഉണ്ട്. വാട്ട് ഇസ് എ മുനിസിപ്പൽ ബോണ്ട്? മുനിസിപ്പൽ ബോണ്ടിൽ ഗവൺമെന്റ് വലിയൊരു ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, 100 കോടി രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞത്, ഇപ്പൊ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ഒരു മുനിസിപ്പൽ ഏരിയ ഉണ്ട്, ഇവർക്ക് വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം ഫ്ലഡ് വന്ന് കൊലാപ്സ് ചെയ്തു, വെള്ളപ്പൊക്കം വന്ന് ഫ്ലഡ് വന്ന് ഏകദേശം 1000 കോടിയോളം ഉണ്ടെങ്കിൽ ആ മുഴുവൻ സ്ഥലങ്ങളും പഴയ പോലെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയ എന്ന് പറയുമ്പോൾ ഈ 1000 കോടിക്ക് വേണ്ടി സ്റ്റേറ്റിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് തന്നെ പലപ്പോഴും ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സ്റ്റേറ്റിന് പറ്റില്ല. സ്റ്റേറ്റ് എങ്ങനെ ഫിനാൻഷ്യൽ കമ്മീഷൻ വഴി, സെൻട്രൽ നിന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മീഷൻ വഴി നമുക്ക് അവിടെ നിന്ന് പ്രൊസീഡ്സ് ഓഫ് ദ ടാക്സ് എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 1000 കോടി പാസ്സാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ജസ്റ്റ് ബിക്കോസ് സ്റ്റേറ്റ് ഡിഡ് നോട്ട് ഗിവ് ഇറ്റ്, ജസ്റ്റ് ബിക്കോസ് സെൻട്രൽ ഡിഡ് നോട്ട് ഗിവ് ദ സ്റ്റേറ്റ്, ഇതെന്ത് ചെയ്യും? അത് നമുക്ക് താഴേക്കിടയിൽ വരുമ്പോൾ, നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ താഴേക്കുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൽഫ് സഫീഷ്യന്റ് ആവുന്നതാണ് ഇന്ത്യയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഏറ്റവും നല്ല കാര്യം. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അങ്ങനെ വരുമ്പോൾ മുനിസിപ്പൽ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ
സിറ്റിക്ക് മാർക്കറ്റിൽ നിന്നും ഡയറക്റ്റ്ലി ബോണ്ട് കൊടുത്ത് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഇതിൽ നിന്നും പൈസ വാങ്ങിക്കാൻ ഇത് പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? സോ ഇമാജിൻ ദാറ്റ് വി ആർ ഇഷ്യൂയിങ് എ ബോണ്ട് ഹിയർ. ഇവിടെ നമ്മൾ ഓരോ ബോണ്ട് കൊടുക്കുകയാണ്. ഓരോ ബോണ്ട് കൊടുക്കുമ്പോഴും ഈ ബോണ്ട് വാങ്ങിക്കുന്ന പബ്ലിക് ഇവർക്ക് പൈസ കൊടുക്കും. ദിൽ ഗിവ് മണി. ഈ മണി വെച്ചിട്ട് യു പൂൾ ദിസ് മണി. ഈ മണി എല്ലാം കൂടെ പൂൾ ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു പൂൾ ദ മണി. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അതിനെയാണ് മുനിസിപ്പൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അറിയാത്തവർക്ക് മേ ബി ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. ഇഫ് എ കോർപ്പറേഷൻ വാണ്ട്സ് ടു ബിൽഡ് എ ന്യൂ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ടു പ്രിവെന്റ് ഫ്ലഡിംഗ്, സേ 1000 കോടി രൂപ. ബോണ്ട് വാല്യൂ എന്ന് പറയുന്നത് അവർക്ക് പൈസ ഇല്ലെങ്കിൽ യു നീഡ് ടു ഗിവ് ദ ബോണ്ട്. മുനിസിപ്പൽ ബോണ്ട്സ് സേ 10,000 പെർ ബോണ്ട്, 8% ഇൻട്രസ്റ്റ് 10 വർഷത്തേക്ക്. പീപ്പിൾ, ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആർക്ക് വേണമെങ്കിൽ ഈ ബോണ്ട് വാങ്ങിക്കാൻ പറ്റും. സോ ഈ കിട്ടുന്ന 1000 കോടി രൂപ ഡ്രെയിനേജ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കും. സിറ്റി വർഷം വേണമെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ബോണ്ടിന്റെ എടുത്തതിന്റെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് അതിന്റെ റിട്ടേൺസ് തരും. പിന്നീട് വേണമെങ്കിൽ അത് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു തരാം. ഈ പൈസ അവർ തിരിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ടാക്സും വാട്ടർ ചാർജും യൂസർ ഫീ ഒക്കെ ഇവർ തിരിച്ച് വേണമെങ്കിൽ ഈ ബോണ്ട്സിന്റെ റിട്ടേൺസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരു സെൽഫ് സഫീഷ്യന്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ബഡ്ജറ്റിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് സിറ്റി 1000 കോടിക്ക് മുകളിൽ ഒരു മുനിസിപ്പൽ ബോണ്ട് റേസ് ചെയ്ത് നല്ല കാര്യം ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ ഗീവ് എക്സ്ട്രാ 100 crore. ഇതൊരു ലോൺ അല്ല, ദിസ് ഇസ് എ റിവാർഡ്. അപ്പോൾ ഇത്രയും ഒരു ബോണ്ട് ഉണ്ടാക്കി ഇത്രയും സംഭവം പബ്ലിക്കിന്റെ നിന്ന് റേസ് ചെയ്തു, യു ഹാവ് ഡൺ ദാറ്റ് ആൻഡ് യു ആർ യൂസിങ് ഇറ്റ് ടു എ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി, ദെൻ യു ഗെറ്റ് എ റിവാർഡ് ആൻഡ് ദാറ്റ് റിവാർഡ് ഇസ് 100 crore കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അതൊരു ലോൺ അല്ല. ഇനി ചെറിയ 200 കോടി ചെറിയ മുനിസിപ്പൽ ബോണ്ട്സ് ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് അമൃത് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതിന് സ്മോൾ സിറ്റി, മീഡിയം സിറ്റിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. സോ ബോണ്ട്സിന്റെ കാര്യത്തിൽ മുനിസിപ്പൽ ബോണ്ടിൽ അമൃത് എന്ന് പറയുന്ന ഒരു സ്കീമും കൂടെ 200 കോടിയുടെ ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഐ ഹോപ്പ് ദിസ് പ്രപ്പോസൽ ഇസ് ഓൾസോ വെരി ക്ലിയർ. ഇനി മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് 34. വാട്ട് ഇസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓർ PIS? അതായത് ഒരു ഫോറിനർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുകയാണ്. ഹി ഈസ് എ ഫിൻലൻഡ് ഗൈ, ഈസ് എ പേഴ്സൺ ഫ്രം ഫിൻലൻഡ് ഓർ എ പേഴ്സൺ ഫ്രം നോർവേ ഓർ ഈവൻ ഫ്രം ഡെൻമാർക്ക്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഇവർക്ക് ദിസ് ഇസ് എ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, FDI അല്ല അത്. അങ്ങനെ വേണമെങ്കിൽ പണ്ട് ഇത്ര ശതമാനമേ പറ്റുന്നുള്ളൂ, 5% ഇത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ചെറുതായിട്ട് കൂട്ടി 10% ആക്കി വെച്ചിട്ടുണ്ട്, ഡബിൾ ആക്കിയിട്ടുണ്ട് ഗവൺമെന്റ്, സോ ദാറ്റ് മോർ പീപ്പിൾ. അങ്ങനെ അവരെ വിളിക്കുന്ന പേരാണ് പ്രോയ്. ഹൂ ഇസ് എ പ്രോയ് എന്ന് ചോദിച്ചാൽ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോൾ ഉദാഹരണത്തിന് പേഴ്സൺ NRI, ഫോറിൻ ഇൻഡിവിജ്വൽസ് ഹു ലിവ് ഔട്ട്സൈഡ് ഇന്ത്യ. വാട്ട് ഇസ് ദ ചേഞ്ച് ബീങ്? ഇൻഡിവിജ്വൽ ലിമിറ്റ് എന്ന് പറയുന്നത് പണ്ട് പ്രോയ് പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്നത് 5% ഓഫ് എ കമ്പനി ആയിരുന്നു വാങ്ങിക്കുന്നത്. ഇന്ന് ദാറ്റ് ഈസ് ആക്ച്വലി ഡബിൾ ടു 10%. സോ അത്രയും സ്റ്റേക്ക് വേണമെങ്കിൽ ഇന്ന് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നൗ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് 35th കോൺസെപ്റ്റ് ഇസ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട്. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാം. ഇങ്ങനെ ഒരു ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്നോവേഷൻസും ഡെവലപ്മെന്റ്സും വേണ്ടതാണ്. ആൻഡ് ദാറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി നീഡ്സ് എ ലോട്ട് ഓഫ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം. സോ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇതിന് ഫണ്ട് വേണമല്ലോ. ഇപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ റിസർച്ച് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടണം, യു നീഡ് ഫണ്ട്. നല്ല ഫണ്ടിങ് ഉണ്ടെങ്കിലേ സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രോ ചെയ്യുള്ളൂ, എന്നാലേ R&D നന്നായിട്ട് വരുള്ളൂ, റിസർച്ച് നന്നായി നടക്കുള്ളൂ. സോ ഇത് ഗവൺമെന്റ് മണി ടു സപ്പോർട്ട് സീരിയസ്, ഇതിനെയാണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ക്ലെയിം ചെയ്യാം, എല്ലാവർക്കും സെൻസ് റെക്കഗ്നൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇന്ത്യ സ്പെൻസ് ടു ലിറ്റിൽ ഓൺ റിസർച്ച്, യൂണിവേഴ്സിറ്റീസിന് ഫണ്ടിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്റ്റേബിൾ ലോങ് ടേം റിസർച്ച് ഫണ്ടിങ് ആയിട്ടാണ് ANRF എന്ന് പറയുന്ന ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് സയൻസ്, അപ്ലൈഡ് സയൻസ്, സ്ട്രാറ്റജിക്സ് റിസർച്ച്, ഇതിനൊക്കെ ഇന്റർഡിസിപ്ലിനറി റിസർച്ചിനൊക്കെ പേയ്മെന്റ് കിട്ടാം, യൂണിവേഴ്സിറ്റിക്ക് ക്ലെയിം ചെയ്യാം. IIT, IIC, നാഷണൽ ലാബ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, അക്കാഡമി, ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈവൻ ഇൻഡിവിജ്വൽ റിസർച്ചിന് പ്രൊജക്റ്റും ഗ്രാൻഡ് വഴിയും ഇത് നേടിയെടുക്കാൻ പറ്റും. സോ ANRF എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഗെറ്റ് എ ഗ്രാൻഡ്. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. മൂവിംഗ് ഓൺ ടു 36th ടോപ്പിക്, എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസ് കമ്മിറ്റി. അത് ഒരു എഡ്യൂക്കേഷൻ ടു, അത് നല്ല ഇതിനകത്തൊരു ഓവർലാപ്പിംഗ് ലൂപ്പ് ഉണ്ട്. യു ക്യാൻ സി എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ടു എന്റർപ്രൈസ് കമ്മിറ്റി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ആൾക്കാർ പഠിക്കേണ്ടത്?
പഠിക്കുന്ന സംഭവം പഠിച്ചതിന് ശേഷം ആർ ദേ എംപ്ലോയിഡ് ഓർ ആർ ദേ ഗെറ്റിംഗ് എ ജോബ്, അല്ലെങ്കിൽ ആ പഠിച്ചിട്ട് അവരെന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്യപ്പെടണം. അല്ലാതെ കുറേ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എംപ്ലോയ്മെന്റ് വേറെ, എവറിത്തിങ് ഇൻ ഐസൊലേഷൻ ആയിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് സ്റ്റുഡൻസ് ലേൺ, ദ എക്കോണമിയുടെ നീഡ് എന്താ, എന്തൊക്കെയാണ് ഇന്ത്യ ബിൽഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്ന ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമ്മിറ്റിയാണ്. സ്റ്റുഡൻസ് എന്ത് പഠിക്കുന്നു പക്ഷെ ജോലി കിട്ടുന്നില്ല. കമ്പനീസിന് സ്കില്ല് വേണം, പക്ഷേ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാരില്ല. സർവീസ് സെക്ടർ ഗ്രോ ചെയ്യുന്നു, പക്ഷേ സ്കിൽ മിസ്മാച്ച് ഇല്ല. ഈ പ്രശ്നങ്ങളെല്ലാം, അതാണ് പഠിക്കുന്നത്, ജോലി കിട്ടുന്നത്, എന്റർപ്രൈസിങ് ചെയ്യുന്നത്, ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള കമ്മിറ്റിയാണ് ഈ ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ബഡ്ജറ്റിൽ പറയുന്നത്. ആൻഡ് നൗ ദർ ഇസ് 37th ഇസ് AHP. അറിയാത്തവർക്ക് എന്താണ് ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ, ഹോസ്പിറ്റൽസിന് ഇവർ ഡോക്ടേഴ്സ് മാത്രം വെച്ച് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. യു നീഡ് എ ലോട്ട് ഓഫ് AHPs. അപ്പോൾ ആരാണ് ഈ AHP എന്ന് പറയുന്നത്? അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഒരുപാട് കൊണ്ടുവരണം. 5 വർഷത്തിൽ ഏകദേശം 1 ലക്ഷം AHPസിനെ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. യു ക്യാൻ ടേക്ക്, ഒരു ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒപ്റ്റോമെട്രി, ഐ ടെസ്റ്റിംഗ് ഉണ്ടാവും, റേഡിയോളജി, CT, MRI, അനസ്തേഷ്യ, ഓപ്പറേഷൻ തിയേറ്ററി, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, സൈക്കോളജി, കൗൺസിലിംഗ്, ബിഹേവിയർ ഹെൽത്ത്, ഇവരെ എല്ലാം, ഈ കാണുന്നതെല്ലാം നമുക്ക് AHP എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇവരെ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം ആൾക്കാരെ കൂടെ ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, നമ്മുടെ ഹെൽത്ത് ഇത് പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, സോ അതാണ് AHP എന്ന് പറയുന്നത്. ആൻഡ് നൗ ദ നെക്സ്റ്റ് ഇസ് എ സ്ട്രോങ് കെയർ സിസ്റ്റം. ജെറിയാട്രിക്കും ആലൈഡ് കെയർ സിസ്റ്റം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ പറയുന്നതിനെക്കാട്ടും കൂടുതൽ വാട്ട് ഈസ് NSQF എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഒരു സ്കിൽ ഫ്രെയിംവർക്ക് ഒരു വേണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ NSQF? നാളെ നിങ്ങൾക്ക് പെട്ടെന്ന് NSQF അറിയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. സോ അണ്ടർസ്റ്റാൻഡ്, NSQF എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്കില്ലിൻ്റെ ഫ്രെയിംവർക്കാണ്. അതായത് ഒരു സ്കെയിലുണ്ട്, 1 to 10 എന്ന് പറയുന്ന ഒരു സ്കെയിലുണ്ട്. അതിൽ നമുക്ക് ഓരോരുത്തരുടെ സ്കിൽ അളക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കിൽ കോഴ്സ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യണം, ട്രെയിനിങ്ങുകൾ, സർട്ടിഫിക്കേഷൻ, എംപ്ലോയ്മെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് കൂടുതലും ITI, സ്കിൽ ഇന്ത്യ, പോളിടെക്നിക്, വൊക്കേഷണൽ ആൾക്കാർക്കാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ 1 to 10 എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. NSQF നാഷണൽ ഫ്രെയിംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോളജ് വഴിയും സ്കില്ല് വഴിയും റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് സത്യം പറഞ്ഞ NSQFൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 2 to 3 ബേസിക് ആയിട്ടുള്ള ഒരാളാണ്, 4 to 5 സ്കിൽഡ് വർക്കർ ടെക്നീഷ്യനാണ്, 6 to 7 സൂപ്പർവൈസർ ഡിപ്ലോമ ലെവലാണ്, 8 to 10 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ മാനേജീരിയൽ ലെവലിലാണ്. സോ നോളജ്, സ്കിൽ, റെസ്പോൺസിബിലിറ്റി ആണ് NSQF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെവലിലും ഓരോ ആൾക്കാരെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. സോ എന്താണ് ഈ സ്കിൽ ക്വാളിറ്റി ഫ്രെയിംവർക്ക് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ. ആൻഡ് നൗ ബിഗ് ഡിസ്കഷൻ, ഒരുപാട് പ്രാവശ്യം ബ്ലൂ എക്കോണമിയെ കുറിച്ച് ഡിസ്കഷൻ വന്നു. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓറഞ്ച് എക്കോണമി. ചോദിക്കാം, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നതാണ്. ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, കണ്ടന്റ് ഫാക്ടറിയിൽ മാത്രം ഉണ്ടാവണമെന്നല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ആനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ് ആൻഡ് AVGC എന്ന് പറയുന്ന ഓഡിയോ വിഷ്വൽ നോക്കാൻ പറ്റും. ഓഡിയോ വിഷ്വൽ, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് കോമിക്സ് എന്നാണ് AVGC എന്ന് പറയുന്നത്. ഇതാണ് ഓറഞ്ച് എക്കോണമി എന്ന് പറയുന്നത്. ആനിമേഷൻ, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ പോപ്പുലറാണ്. ഗെയിമിംഗ്, ഇതെല്ലാം വലിയൊരു കോൺട്രിബ്യൂട്ടർ ടു ദ എക്കോണമിയാണ്. ഇതിൽ വി ആർ ഗോയിങ് ടു സെറ്റപ്പ് 15,000. ഇത് സ്കൂൾ ലെവൽ, കോളേജ് ലെവലിലേക്ക് കൊണ്ടുവരണം. പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ ലാബ്സിൽ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുമായിരുന്നു, മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ. നൗ ഈ AVGC ഓറഞ്ച് എക്കോണമി സ്കൂൾ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാവ് എ ബെറ്റർ കരിയർ ചോയ്സ്. സോ ദാറ്റ് ഇസ് ദി ഐഡിയ. അപ്പോൾ AVGC, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗ്രാഫിക്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് സ്കൂൾ ലെവലിൽ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രിയേറ്റീവ് സ്കിൽസ് ആർ ബെസ്റ്റ് ഡെവലപ്ഡ് ഏർലി. ഇപ്പോൾ കമ്പ്യൂട്ടർ, ആനിമേഷൻ, സ്റ്റുഡൻസ് ഇതെല്ലാം ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് ഗവൺമെൻറ്റും പറയുന്നത്. അതാണ് ഓറഞ്ച് എക്കോണമിയിലൂടെ സംസാരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ. ആൻഡ് മൂവിങ് ഓൺ ടു ദ 40th കോൺസെപ്റ്റ് ഇസ് ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പിനെ കുറിച്ചിട്ട് മെൻഷൻ ഉണ്ട്. വേറെയും ടെലിസ്കോപ്സിനെ കുറിച്ച് മെൻഷൻ ഉണ്ടെങ്കിലും എന്താണ് ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ്? വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഇന്ത്യയുടെ ലാർജസ്റ്റ് ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ വാട്ട് ഇസ് ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ് എന്ന് വന്നാലും ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ഉണ്ട്. ഇന്ത്യയുടെ ലാർജസ്റ്റ് ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പാണ്. ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കൂടെ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി സ്കൈൻ്റെ പാറ്റേൺ വെച്ചിട്ട്. ദിസ് ഇസ് ആക്ച്വലി ഇൻ ലഡാക്ക്. ലഡാക്കിലെ ഹാൻലേയിലാണ് ഇതിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ഹാൻലേ അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 4,500 meters. ഇതിൻ്റെ ഗുണം വളരെ ക്ലിയർ സ്കൈ, അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ് ഇല്ല, ലൈറ്റ് പൊല്യൂഷൻ ഇല്ല, പെർഫെക്റ്റ് പൊസിഷനാണ് ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി. അതാണ്
ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വെൻ ഐ സേ ബാംഗ്ലൂർ, ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ബാംഗ്ലൂരിൽ നിന്ന് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും ഈ ടെലിസ്കോപ്പ്. അവിടെ നിന്നുകൊണ്ട് തന്നെ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 2 മീറ്റർ ക്ലാസ് ടെലിസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് വേവ് ലെൻസിൽ ഇൻഫ്രാറെഡിൽ വർക്ക് ചെയ്യുന്നതാണ്. 2 മീറ്റർ ടെലിസ്കോപ്പ് ആണ്. റിമോട്ട്ലി ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഹിമാലയൻ ചന്ദ്ര എയർപോർട്ട്. സോ അതും ബഡ്ജറ്റിൽ മെൻഷൻ കിട്ടിയ ഒരു കോൺസെപ്റ്റ് ആണ്. മൂവിങ് ഓൺ ടു ദ 41st, ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ്. അതെന്താണ് ഈ ഒരു ഡിജിറ്റൽ നോളജ് ഗ്രിഡ്? ഇന്ത്യയിൽ ഇഷ്ടംപോലെ കൾച്ചറൽ മോണുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഗൂഗിൾ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാമെന്നല്ലാതെ കൃത്യമായ ഒരു സ്ഥലത്ത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി, വൈ എന്നൊരു സ്ഥലത്ത് പോയി, സെഡ് എന്നൊരു സ്ഥലത്തിന് പോയി, ഇവിടെ എല്ലാം ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ, ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ, ഓഡിയോ, ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാറ്റലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ കാറ്റലോഗിങ് പോലത്തെ കോണ്ടന്റ് ആണ് ഈ നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ ഗ്രിഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ സിംഗിൾ നാഷണൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. കൾച്ചറൽ, സ്പിരിച്വൽ, ഹിസ്റ്ററി, വാല്യൂ, ഇതൊരു ഒഫീഷ്യൽ ഡിജിറ്റൽ മെമ്മറി ആയിട്ട് കണ്ടാൽ മതി. അതാണ് ഈ ഡിജിറ്റൽ നോളജ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി, കൾച്ചറൽ, ആർക്കിടെക്ചർ, ലോക്കൽ സ്റ്റോറീസ്, ട്രഡീഷൻ, മാപ്പ്, ഫോട്ടോ, 3D, ഗൂഗിൾ മാപ്പ് പോലെയല്ല, ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡെസ്റ്റിനേഷൻ ഗ്രിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ, ഈ 3 സ്ഥലത്തിനെ കുറിച്ച് ബഡ്ജറ്റിൽ മെൻഷൻ ഉണ്ട്. അരക്കു വാലി, ഈസ്റ്റേൺ ഗാട്സ്, പൊതിഗൈ മല ആൻഡ് പുലിക്കട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൻ്റെ ഇവിടെ കിടക്കുന്നത്. സോ അരക്കു വാലി, ഈ 3 സ്ഥലങ്ങളെക്കുറിച്ച് മെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബെയർ മിനിമം കാര്യം. ഇപ്പോൾ അരക്കു വാലി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നാളെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസ്റ്റേൺ ഗാട്സിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. അവിടെ ഒരുപാട് കോഫി പ്ലാന്റേഷൻ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട സ്ഥലം മാത്രമാണ് അരക്കു വാലി ഇൻ ആന്ധ്രാപ്രദേശ്. ആൻഡ് പൊതിഗൈ മല തമിഴ്നാടുവിൽ വെസ്റ്റേൺ ഗാട്സിലാണ്. മറ്റേത് ഈസ്റ്റേൺ ഗാട്സ്, വെസ്റ്റേൺ ഗാട്സിൽ. ഇവിടെയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്, ഒരു സ്പിരിച്വൽ പ്ലേസ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടുത്തെ സിദ്ധർ ട്രഡീഷൻ അല്ലെങ്കിൽ സിദ്ധർ ട്രഡീഷന് വളരെ പോപ്പുലർ ആയിട്ട് കാണുന്ന സ്ഥലമാണ് പൊതിഗൈ മല. ആൻഡ് നാ പുലിക്കട്ട് ലേക്ക്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ പുലിക്കട്ട് ലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ. മിനിമം ഉള്ള പോയിന്റുകളാണ് ഓർമ്മ വരേണ്ടത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാടുവിൻ്റെ സ്പ്രെഡ് അക്രോസ് ആണ് ഈ പുലിക്കട്ട് എന്ന് പറയുന്നത്. അവിടെ ഫ്ലമിംഗോ, പെലിക്കൻസ് ഇതൊക്കെ കാണുന്ന സംഭവമാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ. ഇറ്റ്സ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ സെൻട്രൽ, ഇത് ആ ഒരു പാത്വേ ആണ്, സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ 43rd വൺ, വി ഹാവ് ദ ബിഗ് കാറ്റ് അലയൻസ്. ഓൾറെഡി നമ്മൾക്ക് 2024 അതിൻ്റെ വലിയ മീറ്റിംഗ് വരാൻ പോകുന്നു. ഇന്ത്യ ഈസ് ഹോസ്റ്റിംഗ് ദ ഫസ്റ്റ് എവർ ബിഗ് കാറ്റ് സമ്മിറ്റ്. 95 റേഞ്ച് കൺട്രി. എന്താണ് ഈ റേഞ്ച് കൺട്രി? അപ്പോൾ എന്താണ് ഈ ബിഗ് കാറ്റ് എന്നുള്ളതും കൂടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇന്ത്യ ഓൾറെഡി ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഇപ്ക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം. ഈ ബിഗ് കാറ്റ്സും അതിൻ്റെ ഹാബിറ്റാറ്റും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ലീഡർഷിപ്പിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ ബിഗ് കാറ്റ് എവിടെയൊക്കെ ഉണ്ടോ ഈ ബിഗ് കാറ്റ്സ് ഏതൊക്കെയാണ്, ആ ബിഗ് കാറ്റ്സ് ഉള്ള സ്ഥലങ്ങളെല്ലാം അവരെല്ലാം ഇതിൻ്റെ റേഞ്ച് കൺട്രീസ് ആയി മാറും. ഇപ്പോൾ ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ, പൂമ. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ അറിയാത്ത, നമുക്ക് നോർമലി പെട്ടെന്ന് കാണാത്തത് നമ്മൾ ജാഗ്വറും പൂമയും മാത്രമായിരിക്കും നമുക്ക് സാധാരണഗതിയിൽ. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ചീറ്റ നമുക്കിപ്പോൾ ഉണ്ട്, സ്നോ ലെപ്പേർഡ് ഉണ്ട്, ലെപ്പേർഡ്, ടൈഗർ, ലയൺ ഒക്കെ ഉണ്ട്. ജാഗ്വർ, പൂമ ഇത് എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ദേ സിറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ. വളരെ ഹെൽത്തി എക്കോസിസ്റ്റത്താണ്. അപ്പോൾ പലപ്പോഴും ഇതെല്ലാം ത്രെറ്റിലാണ്, ക്ലൈമറ്റ് ചേഞ്ചിലും ഹാബിറ്റാറ്റ് ലോസിലും പോച്ചിങ് കാരണം. സോ ഇത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ആനിമൽസ് ബിഗ് കാറ്റ്സ് ഉണ്ടോ അവരെല്ലാം നമ്മുടെ റേഞ്ച് കൺട്രിയാണ്. 95ഓളം രാജ്യങ്ങളുടെ ആൾക്കാർ ഇതിന് ബിഗ് സമ്മിറ്റിന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഹോസ്റ്റിംഗ് ദ ഫസ്റ്റ് തിങ്. ഓൾറെഡി നടന്ന് വലിയ സമ്മിറ്റാണ്. അപ്പോൾ ഇനി അടുത്തത് വേറെ സ്ഥലങ്ങൾ മെൻഷൻ ഉണ്ട്. ഇതെല്ലാം ആർക്കിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ട്, ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ആയിട്ട്, കറണ്ട് അഫയേഴ്സിൽ ബഡ്ജറ്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. ലോഥൽ, ധോളവീര, രാഖിഗാഡി, അടിച്ചനല്ലൂർ, പിന്നെ ആദിച്ചനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, സാരനാഥ്, ഹസ്തിനപ്പൂർ, ലേ പാലസ്. ഈ ആദിച്ചനല്ലൂർ ഭയങ്കര ഇതൊക്കെ കീഴടി പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പഴയ സൈറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാരപ്പ ഒബ്വിയസ്ലി, ലോഥൽ എന്ന് പറയുമ്പോൾ ഡോക്യാർഡാണ്. ധോലവീര എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർ മാനേജ്മെൻറ്റും അർബൻ പ്ലാനിംഗ് ആണ്. എല്ലാം ഹാരപ്പൻസ്, ഗുജറാത്താണ് ധോലവീര. രാഖിഗാഡി, ഹരിയാന എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്.
റാക്കിഗാഡി ഹരിയാന. വേറെയുമുണ്ട് ബനാവലി എന്നൊക്കെ പറയുന്ന സൈറ്റുകൾ. ആദിച്ചനല്ലൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അയണേജ് മെഗലിത്തിക് ബറിയൽ സൈറ്റുകളാണ്. ഇപ്പൊ കീഴടി ഡിസ്കസ് ചെയ്ത പോലെ ആദിച്ചനല്ലൂർ എന്ന് പറയുന്നത് ഓൾഡ് മെഗലിത്തിക് ബറിയലാണ്. സാർനാഥ് ബുദ്ധന്റെ ഫസ്റ്റ് സെർമൺ കൊടുത്ത സ്ഥലം. ഹസ്തിനാപൂർ എന്ന് പറയുന്നത് കുരുവംശം, മഹാഭാരതത്തിലൊക്കെ പറയുന്ന കുരു ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ്. ആൻഡ് ലേ പാലസ് ഒബ്വിയസ്ലി ടിബറ്റൻ ഏരിയയിലുള്ളതാണ്. ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് സ്ഥലങ്ങളെല്ലാം പ്രത്യേകം എടുത്ത് എഴുതിയത്. ആൻഡ് നാ 45th പോയിന്റ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വാട്ട് ഇസ് ഹൈ വാല്യൂ അഗ്രികൾച്ചർ? ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഫാമേഴ്സിന് കൂടുതൽ ഇൻകം കൊടുക്കണം, ഔട്ട്പുട്ട് മാത്രമല്ല എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ അഗ്രികൾച്ചർ സാധാരണ റൈസും മീറ്റും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊക്കോ കൾട്ടിവേഷൻ ചെയ്യാം, കോക്കനട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. അതായത് കൂടുതൽ വാല്യൂ തരുന്ന കാര്യങ്ങൾ കൾട്ടിവേഷനിൽ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് വാക്കി തന്നെ ഉണ്ട്, ഇറ്റ്സ് ഹൈ വാല്യൂ. സാധാരണ കൾട്ടിവേഷൻ അല്ല. ഇത് സെല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്ന അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുന്ന രീതിയാണെന്ന് ഓർക്കുക. ബിക്കോസ് ഫാമേഴ്സിനെ സംബന്ധിച്ചോളം ഫാം പ്രൊഡക്ഷൻ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റണം, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റണം, ഫാമേഴ്സ് ഇൻകം കൂട്ടാൻ പറ്റണം. പിന്നെ നോൺ ഫാം ആലീഡ് ജോബ്സ്, എക്സ്പോർട്ട്, പ്രോസസ്സിങ് അതും കുറച്ച് കൂട്ടാൻ പറ്റണം, പ്യുവർ അഗ്രികൾച്ചർ അല്ലാതെ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്നൊരു ടേം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങൾ നോക്കാം. കോസ്റ്റൽ ഏരിയ റിലേറ്റഡ് ആണെങ്കിൽ കോക്കനട്ട്, കാഷ്യൂ, കൊക്കോ, സാൻഡൽവുഡ് തുടങ്ങിയ ഇതെല്ലാം അവിടെ കോക്കോ ചോക്ലേറ്റിന് ഉപയോഗിക്കാം, കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യാം, കോക്കനട്ട് എല്ലാത്തിലും ഉപയോഗിക്കാം, സാൻഡൽവുഡ്, ടിമ്പർ, പെർഫ്യൂം, ഇതെല്ലാം ഈ പറയുന്ന ഹൈ വാല്യൂ അഗ്രികൾച്ചറിന്റെ എക്സാമ്പിൾസ് ആണ്. പരീക്ഷയ്ക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്ന് ചോദിച്ചാൽ ഈ ക്രോപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നൗ മൂവിങ് ഓൺ, അടുത്ത പ്രധാനപ്പെട്ട നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബഡ്ജറ്റിൽ പറയുന്ന ഒരു സംഭവമാണ് അഗർവുഡ് ട്രീസ് എന്ന് പറയുന്നത്. ടേക്ക് എ ലുക്ക് അറ്റ് ദി അഗർവുഡ് ട്രീസ്. അത് അഗർ ഓയിൽ ഭയങ്കര ഡിമാൻഡാണ്, വളരെ കോസ്റ്റ്ലിയസ്റ്റ് ഓയിൽ ഇൻ ദ വേൾഡ് ആണ് അഗർ ട്രീസ്, അഗർവുഡ്. ഇതാണ് ആ ട്രീ. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യാനും ഇതും ഹൈ വാല്യൂ അഗ്രികൾച്ചറിന്റെ ഭാഗമാണ് അഗർവുഡ് ട്രീസ്. അതിൻ്റെ അഗർ ഓയിൽ എക്സ്ട്രീംലി കോസ്റ്റ്ലി. അപ്പോൾ ഇത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹില്ലി റീജിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ് ആൽമണ്ട്സ് ഉണ്ട്, വാൾനട്ട്, പൈൻ ട്രീ, ഇതൊക്കെ ഉണ്ട്. ആൻഡ് ബഡ്ജറ്റിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോക്കനട്ട്സ്. അതും ബഡ്ജറ്റിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാളെ പ്രിലിംസിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലും യു ഷുഡ് ബി വെരി ക്ലിയർ. ആൻഡ് ഏകദേശം 30 million പീപ്പിൾ, 10 million ഫാമേഴ്സ് ഡിപ്പെൻഡ് ഓൺ കോക്കനട്ട്സ്. തെങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ അതാണ് ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്ന് നമ്മൾ വിളിച്ചത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഇസ് 46th കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. 46th പറയുന്നത് ഭാരത് വിസ്താർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അഗ്രികൾച്ചർ ആൾക്കാർക്ക് വേണ്ടി AIയുടെ ഒക്കെ എക്സാമ്പിൾ എന്ന രീതിയിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി റിമെമ്പർ വാട്ട് ഈസ് ഭാരത് വിസ്താർ. ഒരു മൾട്ടിലിംഗ്വൽ AI ടൂളാണ്. ഓൾറെഡി ഗവൺമെന്റിന്റെ കുറെ പോർട്ടൽസിനെ എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. സോ ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്. അതിലൊന്ന് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഐക്കാർ എന്ന് പറയുന്ന ഇതിനെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഭാരത് വിസ്താർ. ഇതൊരു മൾട്ടിലിംഗ്വൽ AI പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കുക, വാട്ട് ഈസ് ഭാരത് വിസ്താർ? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വെർച്വലി ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ്. AI പവർഡ് ഡിജിറ്റൽ അസിസ്റ്റന്റ് ആണ്. കാരണം ഫാമേഴ്സിനെ സംബന്ധിച്ചോളം ഫാമേഴ്സിന്റെ ഇൻഫർമേഷൻ എല്ലാം പല സ്ഥലത്ത് സ്കാറ്റേർഡ് ആണ്. അവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ചുണ്ട്, ഇങ്ങനെ പല സൈഡിലും യു ഗെറ്റ് എ സ്കാറ്റേർഡ് ഇൻഫർമേഷൻ. ഇതിനെല്ലാം കൂടെ കറക്റ്റായിട്ട് കോഡിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഭാരത് വിസ്താർ. ഇറ്റ്സ് വെരി ഈസി ടു റിമെമ്പർ. അപ്പോൾ ഭാരത് വിസ്താർ ഓൾറെഡി പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞു. ഇൻഫർമേഷൻ സ്കാറ്റേർഡ് ആണ്, എല്ലാവർക്കും ജനറിക് അഡ്വൈസ് കിട്ടും, ഹൈ റിസ്ക് ഉണ്ട്, വെദർ, പെസ്റ്റ്, പ്രൈസസ് ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഭാരത് വിസ്താർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഭാരത് വിസ്താർ. സോ ഇറ്റ് വിൽ കമ്പൈൻ പ്രധാനപ്പെട്ട ഒരുപാട് എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിൽ ഒന്ന് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നതാണ്. അഗ്രി സ്റ്റാക്ക് ഇറ്റ് സെൽഫ് ഇസ് അനദർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഫാമർ ഡേറ്റ, ലാൻഡ് റെക്കോർഡ്സ്, ക്രോപ്പ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് അഗ്രി സ്റ്റാക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഭാരത് വിസ്താറും അഗ്രി സ്റ്റാക്ക് ഒക്കെ നമുക്ക് ഈ നാളെ മെയിൻസിനൊക്കെ ചോദിച്ചാലും നമുക്ക് അഗ്രികൾച്ചറിന്റെ ഇന്നോവേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ഈ വാക്കുകളൊക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യുൽ ഗെറ്റ് എ വെരി ഗുഡ് മാർക്സ്. സോ അത് വളരെ ഇതായിട്ട് ഓർത്ത് വെക്കുക. സോ അതാണ് പ്രധാനമായിട്ടും ഭാരത് വിസ്താർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ 47th, കഴിഞ്ഞ പ്രാവശ്യം ഫോർ ബഡ്ജറ്റ് ഫോർ വിമൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഫ്രം ദ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ലാഖ്പതി ദീദി, എല്ലായിടത്തും 1 ലക്ഷം രൂപയെങ്കിലും വർഷം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ഇപ്രാവശ്യം
ദേ ഹാവ് ക്രിയേറ്റഡ് ഷീ മാർട്ട്. ഷീ മാർട്ട് എന്നൊരു കോൺസെപ്റ്റാണ് സെൽഫ് ഹെൽപ്പ് ഓൺട്രപ്രനോർ. ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ്. ചെറിയ ചെറിയ ലാഖ്പതി ദീദി പോലെ ബഡ്ജറ്റിൽ വിമണിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതാണ് ഷീ മാർട്ട് എന്ന് പറയുന്ന. ലാഖ്പതി ദീദി കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഒരു വിമൺ 1 ലക്ഷമെങ്കിലും ഏൺ ചെയ്യണം. സോ സ്മോൾ ക്രെഡിറ്റും ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി, ടൈലറിംഗ്, പ്രോസസ്സിംഗ്, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ സഹായം കൊടുക്കണം എന്ന് പറയുന്ന പോലെ നൗ ഇറ്റ് ഹാസ് ബിക്കം ദ ഷീ മാർട്ട്. സെൽഫ് ഹെൽപ്പ് ഓൺട്രപ്രനോർ മാർട്ട്സ് എന്നുള്ള രീതിയിലായി. കമ്മ്യൂണിറ്റി ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, വിമൺ SHG, ഇതെല്ലാം കൂടെ വരുന്ന ഒരു സംഭവമാണ് ഷീ മാർട്ട് എന്നുള്ളത്. ഓർത്തു വെക്കുക. Now moving on to the next one, 48. ഇനി ദിവ്യാങ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദിവ്യാങ് സഹാര യോജന എന്ന് പറഞ്ഞൊരു യോജനയുണ്ട്. ഡെഫിനറ്റ്ലി അവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വാട്ട് ഈസ് അലിംകോ ബഡ്ജറ്റിലുണ്ട്. അലിംകോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഈ ദിവ്യാങ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഗവൺമെൻറ് ഓൺഡ് ഇനിഷ്യേറ്റീവ് ആണ് അലിംകോ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇപ്പോൾ അലിംകോയുടെ കോണ്ടെക്സ്റ്റിലാണ് ആർട്ടിഫിഷ്യൽ ലിം, വീൽ ചെയർ, ഹിയറിംഗ് എയ്ഡ്സ്, വാക്കിംഗ് എയ്ഡ്സ്, സ്മാർട്ട് അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലിംകോ എന്ന് പറയുന്നത്. സോ അലിംകോ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. ഇറ്റ്സ് എ ഗവൺമെൻറ് ഓൺ PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ ഈ ഡിവൈസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അലിംകോ ആണ്, ഓർത്ത് വെക്കുക. സോ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അലിംകോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് 49th കോൺസെപ്റ്റ് ഇസ് ദർ ആർ നോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മെന്റൽ ഹെൽത്ത് കെയർ. ഇന്ത്യയിൽ ഇപ്പോൾ നിംഹാൻസ്, എല്ലാവർക്കും ബാംഗ്ലൂർ പോയി നിംഹാൻസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദി നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ, ഈസ്റ്റേൺ വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു വലിയൊരു ഒരു സെറ്റപ്പ് കുറവാണ്. ദാറ്റ്സ് വാട്ട് വി ഹാവ് സെറ്റ് അപ്പ് എ നിംഹാൻസ് 2 നാഷണൽ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. റാഞ്ചി, തേസ്പൂരിനെയൊക്കെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റി നിംഹാൻസ് എന്ന് പറയുന്ന പോലത്തെ നിംഹാൻസ് 2 എന്ന് പറയുന്ന സംഭവം കൂടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് മെന്റൽ ഹെൽത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ 50th കോൺസെപ്റ്റ്സ് വി ആർ ഡിസ്കസിങ് പൂർവോദയ സ്റ്റേറ്റ്സ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റി കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ എന്താണ് പൂർവോദയ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൺ തിങ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പൂർവോദയ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ പൂർവോദയ സ്റ്റേറ്റ്സ് ഒരിക്കലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നോർത്ത് ഈസ്റ്റ് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് പൂർവോദയ സ്റ്റേറ്റ് എന്നുള്ളത്? ഇവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന ബഡ്ജറ്റിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതെന്താണ് പൂർവോദയ എന്താണെന്ന് നമുക്ക് നല്ല ധാരണ വേണം. പൂർവോദയ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡസ് നോട്ട് മീൻ നോർത്ത് ഈസ്റ്റ് മാത്രമല്ല. ഇതെന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യയാണ്. ഈസ്റ്റേൺ ഇന്ത്യയുടെ പൂർവോദയ എന്ന് പറയുന്നത് അത് ഈസ്റ്റിന്റെ റൈസിംഗ് എന്ന് പറയുന്ന മൊത്തം നോർത്ത് ഈസ്റ്റ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്റേണിൽ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാളും കൂടെ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് നമുക്ക് എന്തായാലും ഉണ്ടെന്നറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാളും കൂടെ ഉണ്ട്. പ്രിലിംസിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പൂർവോദയ സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇതിൽ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഉണ്ടെന്നുള്ള ഒരു ലോജിക്കൽ കണക്ട് നമുക്ക് ഉണ്ടാവണം. ആൻഡ് വാട്ട് ഈസ് പൂർവോദയ? റൈസ് ഓഫ് ദ ഈസ്റ്റ്. ഇതെല്ലാ സ്ഥലങ്ങളിലും പോപ്പുലേഷൻ, മിനറൽസ്, പോർട്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ വെസ്റ്റേൺ ആൻഡ് സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ, നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ, ഗുജറാത്ത്, രാജസ്ഥാൻ നോക്കുകയാണെങ്കിലും സദേൺ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊന്നും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് കുറച്ച് കാര്യങ്ങളിൽ പുറകിലാണ്. അപ്പോൾ അതൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് പൂർവോദയ എന്ന് പറയുന്ന സ്കീം തന്നെയുള്ളത്. സോ മേക്ക് ഈസ്റ്റേൺ ഇന്ത്യ ദ ന്യൂ ഗ്രോത്ത് എഞ്ചിൻ ഓഫ് ഇന്ത്യ. അതാണ് പൂർവോദയയുടെ മെയിൻ സംഭവം. ഇന്ത്യയുടെ തന്നെ വലിയ ഗ്രോത്ത് എഞ്ചിനാക്കി മാറ്റുക. അവിടെ ഓൾറെഡി ഒരുപാട് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പൂർവോദയ എന്ന് പറയുന്നത്. വെസ്റ്റേൺ, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈസ്റ്റും അത് തമ്മിലുള്ള റീജിയണൽ ഇംബാലൻസ്, മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ചിട്ട് ആ ഇംബാലൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് പൂർവോദയ. അതിൻ്റെ ഭാഗമായിട്ട് പ്ലീസ് റിമെമ്പർ ദർ ഇസ് സംതിങ് കോൾഡ് ECIC. ബജറ്റിൽ പറയുന്നുണ്ട് ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ. നമ്മൾ ഓൾറെഡി വേറൊരു കൊറിഡോർ നമ്മൾ നേരത്തെ നോക്കി, ദൺകുനി തൊട്ട് ഇവിടെ ദുർഗാപൂർ എന്നാണ് കൊറിഡോർ വരുന്നത്. ഒരു വലിയ ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കൊറിഡോർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഇറ്റ്സ് പ്ലാൻഡ് അലോങ് ദ ഈസ്റ്റേൺ കോസ്റ്റ്. ഇപ്പോൾ അതിൽ റെയിൽ, റോഡ്, പോർട്ട് എല്ലാം ഉണ്ട്. ദുർഗാപൂർ വളരെ ഒരു പിവട്ടൽ സിറ്റിയാണ്, വെസ്റ്റ് ബംഗാളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് അവിടെ നിന്നാണ്. നേരത്തെ നമ്മൾ നോക്കിയത് ദൺകുനി ടു സൂരത്ത്, അത് വേറെ DFC ആയിരുന്നു. അത് ഫ്രീറ്റ് കൊറിഡോർ. ഇത് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ കൊറിഡോറാണ്. അത് ഫ്രീറ്റ് കൊറിഡോർ, ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കൊറിഡോർ. ഇത് ഇൻഡസ്ട്രിയൽ കൊറിഡോർ എന്നുള്ളതാണ്. ആൻഡ് ദുർഗാപൂർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാം ബെറ്റർ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ കൊറിഡോർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അതാണ് ECIC എന്ന് പറയുന്നത്. ആൻഡ് 51ാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ സിവിലൈസേഷൻ കോൺഫ്ലുവൻസിൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിസ്റ്റ് സർക്യൂട്ടുകൾ ലോഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൽ കൂട്ടത്തിൽ എന്താണ് തേരവാദ, മഹായാന, വജ്രയാന ട്രഡീഷനെ കുറിച്ചിട്ടും ബഡ്ജറ്റിൽ മെൻഷൻ ഉണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള പിൽഗ്രിം സെന്റർ. അപ്പൊ എന്താണ് ഈ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? നമ്മൾ പലപ്പോഴും ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് കേൾക്കാറുണ്ട്. വേറൊന്നുമല്ല, മൊനാസ്ട്രി, ടെമ്പിൾ, സേക്രഡ് ലാൻഡ്സ്കേപ്പ്, ബുദ്ധനായിട്ട് ബന്ധപ്പെട്ട ഒരു ഒറ്റ സ്ഥലത്തല്ല, ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റൂട്ടാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് വേറെ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. എന്തായാലും ഹിസ്റ്ററിയുടെ കോൺസെപ്റ്റ് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ബുദ്ധിസത്തിൽ തന്നെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് ഹീനയാന, ഒന്ന് മഹായാന. ഹീനയാന എന്ന് പറയുന്നത് ബുദ്ധന്റെ ഒറിജിനൽ ബിലീഫ് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. മഹായാന എന്ന് പറയുന്നത് ബുദ്ധന്റെ ലേറ്റർ കോൺസെപ്റ്റ്. ഹീനയാനയിൽ തന്നെ ബുദ്ധന് രൂപമില്ല. ആദ്യത്തെ സ്തൂപകളൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ കൾച്ചറൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഒരു വീലൊക്കെയാണ് ബുദ്ധനായിട്ട് ഡിപ്പിക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാലിന്റെ രൂപം, ഇതൊക്കെയാണ് ബുദ്ധന് രൂപമൊന്നുമില്ല. ദേ ബിലീവ്ഡ് ഇൻ ദ ഒറിജിനൽ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. പക്ഷെ മഹായാന ബുദ്ധിസം ഇസ് ഹീനയാന ലെസർ വെഹിക്കിൾ, മഹായാന ദ ഗ്രേറ്റർ വെഹിക്കിൾ. അതാണ് മഹായാന. മഹായാന കുറച്ചുകൂടെ ഹിന്ദുയിസ്റ്റിക് സ്റ്റൈലാണ്. ബുദ്ധന്റെ പ്രതിമകൾ, ബുദ്ധൻ അവതാരമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു 2 വിഭാഗം ആൾക്കാരാണ്. അപ്പൊ ബുദ്ധിസത്തിൽ സ്വാഭാവികമായും 2 വിഭാഗങ്ങളുണ്ട്, ഹീനയാന, മഹായാന. ഒന്ന് ഒറിജിനൽ ടീച്ചിങ്സ്, മറ്റേത് പുതിയ മോഡേൺ ഒരു ഹിന്ദുയിസ്റ്റിക് സ്റ്റൈൽ. അപ്പൊ തേരവാദ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടീച്ചിങ് ഓഫ് ദി എൽഡേഴ്സ്, ബുദ്ധന്റെ ഒറിജിനൽ ടീച്ചിങ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ കോർ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതലും സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ പോലത്തെ രാജ്യങ്ങളിൽ തേരവാദ ബുദ്ധിസമാണ്. ബുദ്ധന്റെ പഴയ കോൺസെപ്റ്റ് ആണ്. അതിലാണ് അർഹത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത്. നിങ്ങൾ ബോധിസത്വ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കേട്ടിട്ടുണ്ടാവും. ബോധിസത്വ എന്ന് പറയുന്നതും അത് മഹായാന ബുദ്ധിസത്തിലാണ്. അർഹത് എന്ന് പറയുന്നത് ഈ തേരവാദയിൽ വരുന്നതാണ്. അർഹത് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ലിബറേഷൻ ഫ്രം സെൽഫ് എഫേർട്ട്. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. സോ ഇതെന്ന് പറയുന്നത് പിട്ടാക്ക, ത്രിപിട്ടാക്ക, വിനയ പിട്ടാക്ക, സുത്ത പിട്ടാക്ക, അഭിധാമ പിട്ടാക്ക എന്ന് പറയുന്ന ബുദ്ധിസത്തിൽ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ത്രിപിട്ടാക്ക. അതിൽ വിനയ എന്ന് പറഞ്ഞാൽ, വിനയ പിട്ടാക്ക എന്ന് പറഞ്ഞാൽ മൊനാസ്ട്രി കോഡ്, എങ്ങനെയാണ് മൊനാസ്റ്റിക് ഡിസിപ്ലിൻ വേണ്ടതെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വിനയ പിട്ടാക്ക. അപ്പൊ ഇതെല്ലാം ഇതിൽ ബുദ്ധനെ ഒരു ടീച്ചറായിട്ടാണ് കാണുന്നത്, ഒരു ഡിവൈൻ മനുഷ്യനായിട്ടല്ല ഇവർ കാണുന്നത്. അതാണ് അർഹത് എന്ന് ഓർത്ത് വെക്കുക. ഒരു ഇൻഡിവിജ്വൽ ലിബറേഷൻ കിട്ടുന്ന ഒരു രീതി അർഹത്. മറ്റേടത്ത് ബോധിസത്വ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഈ രാജ്യങ്ങളാണ് ഇത് കൂടുതലും തേരവാദ ബുദ്ധിസം കിടക്കുന്നത്. അപ്പോൾ പ്ലീസ് ട്രൈ ടു റിമെമ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഡിഫറൻസ് ഓഫ് ദിസ്. സോ അടുത്തത് മഹായാനയാണ്. ബാക്കി തന്നെയുണ്ട് മഹായാന, ദ ഗ്രേറ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അർഹത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോധിസത്വ എന്ന കോൺസെപ്റ്റ് ആണ്. വളരെ പോപ്പുലർ ആണ്. അപ്പോൾ സ്വന്തം നിർമ്മാണം ഡിലേ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന, നമുക്ക് ഹിസ്റ്ററിയിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ബോധിസത്വ കോൺസെപ്റ്റ്, അർഹത്തും ബോധിസത്വം രണ്ടും PYQ ആണ്. ഇതിൽ നേരത്തെ നമ്മൾ വിനയ പിട്ടാക്ക, സുത്ത പിട്ടാക്ക, അഭിധാമ പിട്ടാക്ക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സൂത്രാസ് ആണ് സാംസ്കൃതത്തിലെ മഹായാനത്തിന്റെ. ലോട്ടസ് സൂത്ര, ഹാർട്ട് സൂത്ര എന്നൊക്കെ പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇവരുടെ ടെക്സ്റ്റുകളാണ്. അതെല്ലാം മഹായാനയാണ്. ഇത് സ്ഥലം നോക്കിയാൽ മതി, ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം. മറ്റേത് കുറച്ചുകൂടെ ശ്രീലങ്ക, ലാവോസ്, ഇതൊക്കെ തായ്ലൻഡ് എന്ന് പറയുന്നത്. ഇത് ചൈന, കൊറിയ. ചൈനയിലും കൊറിയയിലും ഉള്ള ബുദ്ധിസം, ജപ്പാനിലുള്ള ബുദ്ധിസം എന്ന് പറയുന്നത് മഹായാനയാണ്. ആൻഡ് ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു കരുണ ആൻഡ് വിസ്ഡം. ഇവിടെ ബുദ്ധ ഒരു ടീച്ചർ അല്ല, ഇറ്റ്സ് എ ഡിവൈൻ ട്രാൻസെൻഡന്റ് സേവിയർ ലൈക്ക് ഫിഗർ. ബുദ്ധന്റെ വലിയ വലിയ പ്രതിമകൾ, ഇതെല്ലാം മഹായാന കോൺസെപ്റ്റ് ആണ്. ബുദ്ധന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവതാരങ്ങളുണ്ട്, കുറേ കോൺസെപ്റ്റുകൾ. ഇതൊന്നും തേരവാദയല്ല, ഇതെല്ലാം മഹായാന ഗ്രൂപ്പ് ഓഫ് ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ്. ഇനി അടുത്തത് വി ആർ ടോക്കിംഗ് അബൌട്ട് വജ്രയാന. വജ്രയാന എന്ന് പറയുമ്പോൾ ദ കൾട്ട് ഓഫ് തണ്ടർ ബോൾട്ട് ഓർ ഡയമണ്ട്. വജ്രം എന്ന് പറയുന്ന വജ്രം പോലിരിക്കുന്ന ദ തണ്ടർ ബോൾട്ട് വെഹിക്കിൾ, ഡയമണ്ട് വെഹിക്കിൾ എന്ന് വജ്രം. ഇത് കൂടുതലും ടിബറ്റിയൻ ബുദ്ധിസമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയയിലും ടിബറ്റിലും കാണുന്ന ഈ ബുദ്ധിസത്തിന് കുറച്ചുകൂടെ, വജ്രയാനയ്ക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ തന്ത്ര മന്ത്ര റിച്വൽസ് ഉള്ള ഫാസ്റ്റർ എൻലൈറ്റ്മെന്റ്, മറ്റേരെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് തന്ത്രം മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള എൻലൈറ്റ്മെന്റ് സീരീസ് ആണ് ഇതിനകത്ത് പറയുന്നത്, വജ്രയാന എന്ന് പറയുന്നത്. ഇതൊരു മഹായാനയുടെ സബ് സ്കൂൾ ആയിട്ടാണ് കരുതുന്നത്. സോ ഓൾവേസ് റിമെമ്പർ വെൻ യു ഹിയർ ദ വേർഡ് തന്ത്ര മന്ത്ര മുദ്ര മണ്ഡല, ഇതെല്ലാം വജ്രയാനിസത്തിന്റെ ആണ്. ആൻഡ് ഓം മണി പദ്മേ ഹും വളരെ ഫേമസ് ആയിട്ടുള്ളത് ടിബറ്റിലൊക്കെ കാണാൻ പറ്റും. ആ ബുള്ളറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു കളർ
സാധനം ബൈക്കിൽ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ കാറ്റത്താടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവുന്നതാണ് ഇവരുടെ വിശ്വാസം. സോ ഫാസ്റ്റർ എൻലൈറ്റ്മെന്റ് ആണ് ഈസോട്ടറിക് റിച്വൽസ് ത്രൂ. കൂടുതലും ലാമമാരും അവിടുത്തെ ഗുരുക്കന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഇതാണ് ഹീനയാന, തേരവാദ, മഹായാന, വജ്രയാന എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് കോൺസെപ്റ്റ് ഈസ് ഫിനാൻസ് കമ്മീഷൻ. അതിൽ വെർട്ടിക്കൽ ഷെയർ ഓഫ് ഡെവല്യൂഷൻ ഇറ്റ് ഈസ് 41%. കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഈ പെർസെൻറ്റേജ് അറിയാമായിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയേനെ. ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്യായിരുന്നു നമുക്ക്. സോ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ വരുന്നുണ്ട്, വെർട്ടിക്കൽ ഷെയർ. അപ്പോൾ എന്താണ് ഫിനാൻസ് കമ്മീഷൻ? 16th ഫിനാൻസ് കമ്മീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫിനാൻസ് കമ്മീഷൻ ഡിസൈഡ്സ് ഹൗ മച്ച് മണി, സാധാരണഗതിയിൽ സെൻറ്ററിനും സ്റ്റേറ്റ്സിനും ലോക്കൽ ബോഡീസിനൊക്കെ എങ്ങനെയാണ് ഫണ്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റും ഇത് തന്നെയാണ്. സോ ആർട്ടിക്കിൾ 281 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെന്റ് മസ്റ്റ് പ്ലേസ് 281 ഫിനാൻസ് കമ്മീഷൻ, ഇവിടെ ഗവൺമെന്റ് മസ്റ്റ് പ്ലേസ് എ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ആൻഡ് ആക്ഷൻ ടേക്കൺ ബിഫോർ ദ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർലമെന്റിന്റെ ആസ്പെക്റ്റും ഫിനാൻസ് കമ്മീഷൻ എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ഓൾവേസ് റിമെമ്പർ, 41% ഓഫ് സെന്റേഴ്സ് ഡിവിസിബിൾ ടാക്സ് പൂൾ വിൽ ഗോ ടു ദ സ്റ്റേറ്റ്സ്. എന്താണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് 41% എന്ന് പറയുമ്പോൾ, സ്റ്റേറ്റ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെർട്ടിക്കൽ എന്ന രീതിയിൽ സ്റ്റേറ്റ്സിന് കൃത്യമായിട്ട് നമുക്ക് 41% സെൻറ്ററിൻ്റെ ടോട്ടൽ ഡിവിസിബിൾ ടാക്സ് പൂളിൻ്റെ 41% ഇസ് ഗിവൺ ടു ദ സ്റ്റേറ്റ്സ്. അതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. മുകളിൽ സെൻറ്ററിൽ നിന്ന് സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കും. സ്റ്റേറ്റ്സിന് ഒരു സ്റ്റേബിൾ പ്രെഡിക്റ്റബിൾ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സ് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ സ്റ്റേറ്റും ഒരേപോലെ തന്നെ റിച്ച് അല്ല. ചില സ്റ്റേറ്റ്സ് ഡിസഡ്വാൻറ്റേജ്ഡ് പൊസിഷനിലാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇതിനകത്ത് 1.1 ലക്ഷം കോടി ഫിനാൻസ് കമ്മീഷന് ഗ്രാൻറ്റ് കൊടുക്കുകയാണ്. സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് ഷെയറിങ് അല്ലാതെ സെൻറ്റർ സ്പെസിഫിക് പേർപ്പസിന് ഗ്രാൻറ്റും കൊടുക്കാറുണ്ട് സ്റ്റേറ്റുകൾക്ക്. സോ ഇപ്രാവശ്യത്തിൽ ഇതിൽ 1 ലക്ഷം കോടി രൂപ, 1.4 lakh ഇതാണ് ഗ്രാൻറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 41% വെർട്ടിക്കൽ ഡെവല്യൂഷനും ഉണ്ട്, 1.5 ലക്ഷം ഗ്രാൻറ്റും ഉണ്ട്. ടാക്സിന് പുറമെ ഗ്രാൻറ്റും കൊടുക്കുന്നുണ്ട്. സോ എന്തിനാണ് ഈ പ്രധാനപ്പെട്ട ഗ്രാൻറ്റുകൾ കൊടുക്കുന്നത്? ഇത് വേണമെങ്കിൽ പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഡു യു തിങ്ക് ദ ഗ്രാൻറ്റ്സ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ഓർ ദ ഗ്രാൻറ്റ്സ് ആർ ബീങ് ഗിവൺ? ഒന്ന്, ലോക്കൽ പഞ്ചായത്ത് ബോഡി ഗ്രാൻറ്റ്സിൽ പഞ്ചായത്തുകൾക്കും ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കാറുണ്ട്. അർബൻ ലോക്കൽ ബോഡീസിന് മുനിസിപ്പാലിറ്റി, അർബൻ സർവീസ്, റോഡ്, ഡ്രെയിനേജ്, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. ഡിസാസ്റ്റർ ഗ്രാൻഡുകളുണ്ട്. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനും റിഹാബിലിറ്റേഷനും മൊബിലൈസേഷനും റെസ്പോൺസ് ഫണ്ടിനും എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നും സ്റ്റേറ്റിലേക്ക്, ഒരുപാട് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു തരത്തിൽ വെർട്ടിക്കൽ ഡെവല്യൂഷൻ 41% സെൻട്രൽ ഡിവിസിബിൾ പൂളിന്ന്, ടാക്സ് പൂളെന്ന് സ്റ്റേറ്റ്സിന് കൊടുക്കും. ഒരു തരത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം നന്നായി സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു മെഷറും കൂടാണ് ഇതിൽ വളരെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട 55 കോമ്പണൻസ് ടോപ്പിക്സ് ഫ്രം ബഡ്ജറ്റ് നമ്മുടെ ഇവിടെ കഴിയാണ്. ശരിക്കും വേണമെങ്കിൽ ബഡ്ജറ്റ് വെറുതെ ഓടിച്ച് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഐ ഹാവ് ഗിവൺ യു ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ്. ഇനി അടുത്ത ബഡ്ജറ്റിന്റെ ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ഫിനാൻഷ്യൽസ്, ബാക്കിയുള്ള ഫിനാൻഷ്യൽ അനാലിസിസും കൂടെ, അത് വേറൊരു സെഷനായിട്ട് തന്നെ ഫിനാൻഷ്യൽ അനാലിസിസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബഡ്ജറ്റിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ദ സെഷൻ. താങ്ക് യു. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ.